ഡെലിൻ ചേട്ടാ, ഗ്രീൻ ടെക് എന്ന് പറഞ്ഞ ബിൽഡർ ലോഞ്ച് ചെയ്ത പ്രോജക്ട്സിൽ ഏറ്റവും പ്രീമിയം വില്ല പ്രോജക്റ്റ് ആയിരുന്നു മെക്സിക്കൻ ബംഗ്ലാവ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ശരിക്കും പറഞ്ഞൊരു വില്ലയിലുപരി ഒരു ബംഗ്ലാവ്സ് ആണ് നമ്മൾ അന്ന് ലോഞ്ച് ചെയ്തത്. അതായത് ഒരു 12 സെൻറ്റിൽ 3000 സ്ക്വയർ ഫീറ്റ് മിനിമം വരുന്ന ബംഗ്ലാവ്സ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ആ പ്രോജക്റ്റ് അന്ന് ലോഞ്ച് ചെയ്തത്, അല്ലേ? അപ്പോൾ ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു ഫിനിഷിങ് സ്റ്റേജിലായി. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് താമസം തുടങ്ങി. ഇനി 2-3 വില്ലകളും കൂടിയാണ് നമുക്ക് ആ പ്രോജക്റ്റിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ മെയിൻലി ഈ മെക്സിക്കൻ ബംഗ്ലാവിൻ്റെ ഒരു അപ്ഡേറ്റഡ് സ്റ്റാറ്റസ്, അതായത് ഫിനിഷിങ് സ്റ്റേജിൽ നമ്മൾ എല്ലാ പ്രോജക്ട്സിനും ചെയ്യുന്ന ആ ഒരു സ്റ്റാറ്റസ് അപ്ഡേഷനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ലൊക്കേഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താലോ? നീ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ 2 വർഷം ഈ പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ ഇത് ഏകദേശം ഒരു 3 ഏക്കറായിരുന്നു. പിന്നെ 2 ഏക്കർ കൂടി നമ്മൾ അഡീഷൻ വരുത്തി. അന്ന് നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റേജിൽ നമ്മളൊരു 45 വില്ല പ്ലാൻ ചെയ്തു. ഇന്നിപ്പോ ഏകദേശം 21 വീട്ടിലോട്ടായി. അത് തന്നെ എന്റെ ഒരു ലക്ഷറിയുടെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാല് ഇതൊരു 12 സെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മിക്ക പ്ലോട്ട്സുകളും എടുത്തത് 18 സെന്റ്, 16 സെന്റ്, 25 സെന്റ്. ലാസ്റ്റ് നിമ്മയുടെ ക്ലയന്റ് വന്ന് 33 സെന്റ്. സ്ക്വയർ ഫീറ്റും ഇതുപോലെ 3000 തുടങ്ങിയിട്ട് 3500 സ്റ്റാർട്ട് ചെയ്ത് ഒരു 7000 സ്ക്വയർ ഫീറ്റ് വരെ വരുന്ന ഒരു ബംഗ്ലോ സ്റ്റൈൽ തന്നെ നമുക്ക് ഈ പ്രോജക്റ്റ് കൊണ്ടുവരാൻ പറ്റി. പിന്നെ ഈ പ്രോജക്റ്റിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് എക്സാക്ട് പറഞ്ഞാൽ നമ്മൾ കാക്കനാട് നിന്ന് വരുമ്പോൾ പള്ളിക്കര ജംഗ്ഷൻ വന്ന് പള്ളിക്കരയിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് തൃപ്പൂണിത്തുറയ്ക്ക് പോകുമ്പോൾ മെയിൻ റോഡാണ്, ആലുവ തൃപ്പൂണിത്തുറ മെയിൻ റോഡാണ്. അവിടുന്ന് ഹാർഡ്ലി 1 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കാക്കനാട് ടൗണിലോട്ടാണെങ്കിലും തൃപ്പൂണിത്തുറയ്ക്കാണെങ്കിലും ഈവൻ ആലുവയ്ക്കാണെങ്കിലും പോകാൻ ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടേക്കൊക്കെ എത്താം. ഇനി ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പൊ ഗ്രീൻഫീൽഡ് ഹൈവേ എന്ന് പറഞ്ഞ 6 ലൈൻ റോഡും വരുന്നത്. അപ്പൊ അതൊക്കെ ഈ ലൊക്കേഷൻ ഇനിയും കുറെ കൂടി പ്രാധാന്യം വരുന്ന ഒരു ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മെക്സിക്കന്റെ ലൊക്കേഷൻ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ ഈ ഒരു മെക്സിക്കൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോജക്റ്റ്, അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ എല്ലാ മേജർ സ്ഥലത്തേക്ക് ആക്സസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇൻഫോ പാർക്ക്, അതുപോലെ ഹോസ്പിറ്റൽസ് ആണെങ്കിലും, അതുപോലെ മേജർ സ്കൂൾസ് ലൈക്ക് ജംസ്, രാജഗിരി, ഇന്ത്യൻ പബ്ലിക് സ്കൂൾ, എല്ലായിടത്തേക്കും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഇനി അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പം ചേട്ടൻ പറഞ്ഞിരുന്നു 5 ഏക്കറിൽ 21 വില്ലകൾ ഉള്ളൂ എന്നുള്ളത് പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു നമ്മൾ അവിടുത്തെ ഒരു മേജറായിട്ട് ഒരു ഹൈലൈറ്റ് എന്തൊക്കെയാണ് ആ പ്രോജക്റ്റിന്റെ? ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ യൂറോപ്യൻ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ മിനിമം ഇങ്ങനത്തെ ഒരു യൂറോപ്യൻ കൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവരാൻ കുറച്ച് ലാൻഡ് ഏരിയ കൂടുതൽ വേണം. അപ്പൊ അങ്ങനെയാണ് ഒരു 12 സെന്റ് സ്ഥലത്ത് നിന്നുള്ള കൺസെപ്റ്റിലോട്ട് നമ്മൾ പോകുന്നത്. ഇതിന്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഡിസൈൻ ആണ് വരുന്നത്. അപ്പൊ ഒരു 12 സെന്റ് സ്ഥലത്തിൽ 3000 സ്ക്വയർ ഫീറ്റ് നമ്മൾ യൂറോപ്യൻ കൺസെപ്റ്റ്. ഇതിനകത്ത് ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, ദെൻ ഒരു ആറ്റിക് സ്പേസ് കൊണ്ട് നമുക്ക് ഡിസൈനിന്റെ പാർട്ടായിട്ട് വരുന്നത്. പിന്നെ ഓരോ വീടിനും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ പൂള് കൊടുക്കുന്നുണ്ട്. അത് കസ്റ്റമൈസബിൾ ആയ പൂളാണ്. നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് പൂൾ ഉണ്ട്, പിന്നെ അത് സൈസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. then അതുകൊണ്ട് 5K സോളാർ സിസ്റ്റം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ വീടിനും ഇതുപോലെ തന്നെ ഒരു ലാൻഡ് ഏരിയ കൂടുതലുള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് കിണറെന്നൊരു ഓപ്ഷൻ. പിന്നെ ഇൻഡിവിജ്വൽ ആയ കിണർ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിനൊരു ഫിൽട്ടർ യൂണിറ്റും ഉണ്ട്. ദെൻ ഇത് കൂടാതെ തന്നെ ഗസീബോ, ഹൈഡ്രോപോണിക്സ്, പിന്നെ നല്ല ലാൻഡ്സ്കേപ്പിംഗ് സ്പേസും നമ്മൾ ഇതിന്റെ പാർട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നു. പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നതെല്ലാം 3000 സ്ക്വയർ ഫീറ്റ് നമ്മൾ വീട് പറഞ്ഞിട്ട് മിക്കതും 3500, അതിൽ മുകളിലോട്ട് പ്ലസ് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടും ഉള്ളിലെ സ്പേസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. എലിവേഷൻ നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് 4 ബെഡ്റൂം ചെയ്യുന്നവരുണ്ട്, ദെൻ അതിനകത്ത് ഹോം തിയേറ്റർ ചെയ്യുന്നവരുണ്ട്. ഇത് കൂടാതെ തന്നെ ഓട്ടോമേഷൻ, അതേപോലെ സെൻട്രലൈസ്ഡ് AC, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമ്മളൊരു ഇൻഡിവിജ്വൽ വീട് ചെയ്യുന്ന മാതിരി തന്നെ നമ്മുടെ പ്രോജക്റ്റിനകത്ത് ആ കൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ചേട്ടാ, എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ആദ്യമൊക്കെ വ്ളോഗിന്റെ സമയത്ത് പറയാറുണ്ട്, ഇത് ശരിക്കും പറഞ്ഞൊരു ട്രഡീഷണൽ പ്ലസ് ഒരു യൂറോപ്യൻ ആ ഒരു കോൺസെപ്റ്റ് മിക്സ് അല്ലേ? ഇതിനകത്ത് നടുമുറ്റം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഡിസൈനിൽ, ബേസിക് ഡിസൈനിലുണ്ട്. പക്ഷെ നടുമുറ്റം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ എക്സ്പാൻഷൻ ചെയ്യുന്ന പ്ലാൻ കസ്റ്റമൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ നടുമുറ്റം കളഞ്ഞ് അതൊരു വലിയൊരു ഓപ്പൺ സ്പേസ് ആക്കി മാറ്റിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ നടുമുറ്റം ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മളതിന് സ്ലൈഡിംഗ് റൂഫും കാര്യങ്ങളൊക്കെ ടോപ്പിൽ നമുക്ക് കൊടുക്കുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മള് ഇപ്പൊ ഈ ഒരു പ്രൊജക്ട് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എലിവേഷൻ നിലനിർത്തിക്കൊണ്ട് അതിന്റെ ഇൻസൈഡ് പ്ലാൻ അവർക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ നമ്മുടെ എല്ലാ പ്രോജക്ട്സിലും ചെയ്യുന്ന പോലെ തന്നെ മെക്സിക്കനിലും നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലേ? ഈ മെക്സിക്കൻ ബംഗ്ലാവിൽ നമ്മുടെ ഒത്തിരി നല്ല ക്ലയൻസിനെ നമുക്ക് തരാൻ പറ്റിയിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റാണ്. ഇപ്പം റീസെൻ്റ്ലി തന്നെ ലാസ്റ്റ് എടുത്ത നമ്മുടെ 33 സെൻറ്റും 7000 സ്ക്വയർ ഫീറ്റ് വില്ലയൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ അത്രയും വലിയൊരു ഡീലൊക്കെ നടക്കാമെന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ കാര്യമാണ് അങ്ങനത്തെ പ്രോജക്ട്സിൽ. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ നമ്മുടെ ഒരു ക്ലയൻറ്റ് ബേസ്, അതുപോലെ എന്താ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്, ഒന്ന് പറയാമോ? പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയ പ്രീമിയം പറയുന്നത് നമുക്ക് ഈ ലാൻഡ് ഏരിയ തന്നെയാണ് ആൾക്കാർക്ക് വലിയ അട്രാക്റ്റീവ് ഉള്ളത്. ഇവിടെ വരുന്ന എല്ലാം ഒരു പ്രീമിയം ക്രൗഡാണ്. ഈ പ്രീമിയം എന്ന് ഉദ്ദേശിക്കുന്നത്
അവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള സ്വപ്നമാണ് വീട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത്ര ലാൻഡ് എടുക്കുന്നത്. കുറച്ച് മുറ്റത്ത് കുറച്ച് ചെടികൾ വെക്കണം, അല്ലെങ്കിൽ മരങ്ങൾ നടണം, ഇതൊക്കെ വെച്ചിട്ട് വരുന്നത്. അപ്പൊ ഒരു അത്യാവശ്യം നല്ല പ്രീമിയമായുള്ള ആൾക്കാരാണ് ഈ പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു പ്രൈസ് പാർട്ടിൽ നമ്മൾ നോക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഇന്നത്തെ നല്ല ക്ലയൻസിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെക്കായ രീതിയിൽ നമ്മൾ സാധനം നന്നായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ എടുത്തിരിക്കുന്ന കുറച്ച് US ബേസ്ഡ് ആയുള്ള കുറച്ച് ക്ലയൻസ് ഉണ്ട്. അവരവിടെ എല്ലാം അത്യാവശ്യം വലിയ വീടുകൾ അല്ലെങ്കിൽ അത്യാവശ്യം സ്പേസിൽ ജീവിക്കുന്ന ആൾക്കാർ. അവർക്ക് ഇവിടെ വന്നിട്ട് ഈ ടിപ്പിക്കലായുള്ള 5 സെന്റിലും 6 സെന്റിലും വരുന്ന വീടിനേക്കാളും കുറച്ചുകൂടി സ്പേസ് നോക്കിയിട്ട് എടുക്കുന്ന ആൾക്കാർ. അങ്ങനെ വരുന്ന ഒരു കുറച്ച് ക്ലയന്റ് ബേസ് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കുറച്ച് ഇൻഫോ പാർക്കിലൊക്കെ സ്വന്തമായിട്ട് IT കമ്പനി നടത്തുന്നവര്, അങ്ങനെ കുറച്ച്, പിന്നെ NRIs കുറച്ച് റിട്ടയർഡ് ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ അതിനകത്ത് വരുന്ന ഒരു ക്രൗഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോസ്റ്റിംഗ് 12 സെന്റ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റ് നമുക്ക് വരുമ്പോൾ 2.9 ആണ് കോസ്റ്റ് വരുന്നത്. പിന്നെ പ്രൈസിനേക്കാൾ ഉപരി ആ പ്രോഡക്റ്റ് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളത് ഫിനിഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു കസ്റ്റമർ സൈറ്റിൽ വന്നാൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട് അവർക്ക്, അല്ലേ? ആ പ്രോജക്റ്റ് ഒന്ന് ജസ്റ്റ് നടന്ന് കാണുമ്പോൾ തന്നെ അവർക്ക് കൺവിൻസ്ഡ് ആവും. കാരണം അത്ര ഓപ്പൺ സ്പേസും അതുപോലെ ചെയ്തിരിക്കുന്നത്. കാരണം 5 ഏക്കറിൽ ആകെ 21 ഇല്ല എന്ന് പറയുമ്പോ അത് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഏരിയയും, അല്ലേ? അതെ, കൂടുതലും വരുന്നത്. അതെ അതെ, മിക്ക കസ്റ്റമേഴ്സ് ഇപ്പൊ നമ്മളെ, എനിക്ക് തോന്നുന്നു അവിടെ മെക്സിക്കൻ്റെ അടുത്ത പല കസ്റ്റമേഴ്സും നമ്മളോട് പറഞ്ഞിട്ടുള്ള വീടുകൾ തമ്മിൽ തന്നെ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ 12 സെന്റ് എന്ന് പറഞ്ഞതിലും എനിക്ക് തോന്നുന്നു പലരും നമ്മുടെ എടുത്തത് 15 സെന്റും 20 സെന്റ് 25 സെന്റും ഒക്കെയാണ്. അപ്പൊ അത്രയും ഒരു ഗ്യാപ്പും കാര്യങ്ങളും വരുന്നതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് നമുക്കും ആക്ച്വലി തന്നത്. പിന്നെ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൽ വരുന്ന മേജർ അമ്യൂണിറ്റീസ് എന്തൊക്കെയാണ് ചേട്ടാ? ഇവിടെ ഓരോ വീടിനും നമ്മൾ ഇൻഡിവിജ്വൽ ആയുള്ള പൂള്, കിണറ്, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ നല്ല ലാൻഡ്സ്കേപ്പ് സ്പേസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മളൊരു 4500 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു ക്ലബ് ഹൗസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്ലബ് ഹൗസിനകത്ത് തന്നെ ഫുള്ളി ലോഡഡ് ആയിട്ട് ഹെൽത്ത് ക്ലബ്ബ്, ഇൻഡോർ ഗെയിംസുകൾ, അസോസിയേഷൻ റൂം, പിന്നെ നല്ല രീതിയിലുള്ള വലിയ ലാൻഡ്സ്കേപ്പിംഗ് സ്പേസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പാരലായിട്ട് ഇത് കൂടാതെ തന്നെ 6 മീറ്റർ വീതിയുള്ള റോഡാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ എല്ലാ പ്രൊജക്ട്സിലും മാതിരി തന്നെ CCTV, അത് തന്നെ 24 hours സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ ഇതിന്റെ ലീഗൽ സൈഡ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ബാങ്ക്സും അപ്രൂവ്ഡ് ആണ്, അല്ലേ? എല്ലാ കാര്യങ്ങളും നമുക്ക് ലീഗലി എല്ലാം പക്കയായിട്ടുള്ളൊരു പ്രോജക്റ്റ് ആണ്, അല്ലേ ചേട്ടാ? അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 2 മാസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഗ്രീൻ ടെക്കിന്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രോജക്ട്സിന്റെയും അപ്ഡേറ്റഡ് സ്റ്റാറ്റസ് കാണിച്ചു. അപ്പോൾ എല്ലാം എനിക്ക് തോന്നുന്നു ബ്ലോഗ്സ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതുപോലെ എൻക്വയറീസും വരുന്നുണ്ട്, സൈറ്റ് വിസിറ്റ്സ് നടക്കുന്നെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ക്ലോസിംഗ് സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്, അല്ലേ? അപ്പം ഇനിയും ഇതുപോലത്തെ വലിയ വലിയ പ്രൊജക്ട്സുമായിട്ട് നമുക്ക് ലോഞ്ചിങ്ങിൽ ഇരിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റട്ടെ. തീർച്ചയായിട്ടും നമ്മൾ ഈ ഓരോ പ്രാവശ്യം കാണിക്കുന്ന ഈ വ്ലോഗ്സുകള് കുറെ കൂടി നമ്മുടെ പണ്ട് കണ്ട ആൾക്കാർ തന്നെ ഇപ്പോഴും പലതും പ്രൊജക്ട് എടുക്കാത്തവരുണ്ട്. അപ്പൊ അവർ ഇത് കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷം തോന്നുന്നു. ആയല്ലോ നമ്മൾ കമ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഇത് ഫിനിഷ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് കുറെ കൂടി ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ മെക്സിക്കനിൽ ഇപ്പൊ നമുക്കൊരു 3 സ്ലോട്ട് കൂടി നമുക്ക് ബാലൻസ് ഉണ്ട്. ഇത് പണ്ട് നോക്കിയവർക്കും അല്ലെങ്കിൽ ഇപ്പൊ നോക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ നിമ്മയുടെ ഇതുപോലെ ഈ ബ്ലോഗ് കുറെ കൂടിയൊക്കെ ആൾക്കാരോട് എത്തുകയും ക്ലയൻസ് നമുക്ക് കിട്ടുകയും ചെയ്താൽ. അതെ, എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ നമുക്ക് കിടക്കുന്നത് 3 പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് വന്ന് അവർക്ക് ഇഷ്ടമുള്ള പ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് അവരുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇനിയും പുതിയ പ്രോജക്ട്സ് വരട്ടെ, പുതിയ പുതിയ വലിയ വലിയ ലാൻഡുകൾ എടുക്കുക, പുതിയ പുതിയ നല്ല നല്ല കോൺസെപ്റ്റ്സ് കൊച്ചിയിൽ കൊണ്ടുവരിക. പുതിയൊരു വ്ളോഗായിട്ട് കാണാൻ ചേട്ടാ. താങ്ക് യു.